പ്രിയങ്കരനായ ശ്രീ റിങ്കു ചെറിയാൻ, ഈ നാടിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ MP ശ്രീ ആന്റോ ആൻ്റണി, നമ്മുടെ UDF കൺവീനർ അഡ്വക്കേറ്റ് അടൂർ പ്രകാശ്, നമ്മുടെ ജാഥ അംഗങ്ങളായ ശ്രീ VK ശ്രീകണ്ഠൻ MP, പ്രിയങ്കരനായ ശ്രീ CP ജോൺ, ബഹുമാന്യയായ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, പ്രിയങ്കരനായ UDF ചെയർമാൻ ശ്രീ വർഗീസ് മാമൻ, ശ്രീ പന്തളം സുധാകരൻ, ശ്രീ ജോസഫ് പുതുശ്ശേരി, ശ്രീ പഴവളം മധു, ശ്രീ ജയവർമ്മ ഉൾപ്പെടെ വേദിയിലുള്ള ബഹുമാന്യർ, ഞാൻ ഇപ്പോഴാണ് ഇവരുടെയൊക്കെ പേര് പറയണം, ഇതിപ്പോൾ അവസാനത്തെ പരിപാടി ആയതുകൊണ്ട് ഏറ്റവും ബഹുമാന്യരായ ഏറ്റവും ബഹുമാന്യരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പുതുയുഗയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷം ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗപ്പിറവിക്ക് തുടക്കം കുറിക്കണമെന്ന് നമ്മളത് സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ദൗത്യം അതാണ്, നമ്മുടെ മിഷൻ അതാണ്. ഈ ദുർഭരണം കേരളത്തെ തകർത്തു തരിപ്പണമാക്കിയിരിക്കും. ഒരു നാടിൻ്റെ നട്ടെല്ല് അതിൻ്റെ സമ്പദ്ഘടനയാണ്. കേരളം അതിൻ്റെ നട്ടെല്ല് തകർന്നു കിടക്കുകയാണ്. അടുത്ത മാസം ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും, ഒരു സംശയവും വേണ്ട. പക്ഷെ പോകുമ്പോൾ മലയാളിയുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. സകല മേഖലയും തകർന്നിരിക്കും. ഈ ഗവൺമെന്റിന്റെ പ്രശ്നം സാധാരണക്കാരന്റെ ജീവിതത്തിൽ കൂടി പ്രതിഫലിക്കുക. ഇന്ത്യയിൽ കഴിഞ്ഞ 12 മാസമായി ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. അതാണ് ഈ സർക്കാരിന്റെ മാർക്കറ്റിൽ വേണ്ട സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കോടികളാണ് കൊടുക്കാനുള്ളത്. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി, ഒരു യൂണിറ്റിന് 22 പൈസ കുറച്ചു കൊടുത്തു. നമ്മൾ ലാഭത്തിലാക്കിയ വൈദ്യുതി ബോർഡിന്റെ ഇപ്പോഴത്തെ കടം എത്രയെന്നറിയാമോ? 50,000 കോടി. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, 5ാമത് കൂട്ടാൻ വേണ്ടി എഴുതി കൊടുത്തിട്ടാണ് ഇവർ നിൽക്കുന്നത്. സാധാരണക്കാരന്റെ വാഹനമാണ് KSRTC അല്ലേ? നമ്മളുള്ളപ്പോൾ 47,000 ജീവനക്കാർ, ഇപ്പൊ എത്രയാണെന്നറിയാമോ? 22,000. നേരെ കൂപ്പൂത്തിയാണ് താഴേക്ക്. 5,000 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നത് ഇപ്പൊ 2,000 ഷെഡ്യൂളായി, കുറഞ്ഞു. ആ പെൻഷൻ പോലും പെൻഷൻ കൊടുക്കുന്നില്ല KSRTC മര്യാദയ്ക്ക്. നമ്മുടെ വാട്ടർ അതോറിറ്റി നഷ്ടത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ 19 മാസമായി കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് 7 ക്ഷേമനിധികൾ തകർന്നു. ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക്, അധ്യാപകർക്ക് സർക്കാർ കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടി. എന്നിട്ട് വെറുതെ പ്രഖ്യാപനമാണ്. ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്, ഒന്നുമില്ല, എല്ലാം തീർന്നു. നമുക്ക് ഇനി നമ്മൾ പ്രതിപക്ഷം മാത്രമല്ല, നമുക്ക് ഇതിനെല്ലാം തിരിച്ചു കൊണ്ടുവരണം. ഇവര് തകർത്ത നമ്മുടെ കേരളത്തെ നമുക്ക് പുനർജനിപ്പിക്കണം. സമ്പദ് വ്യവസ്ഥ നന്നാക്കും, നമ്മൾ അതിനെ കൈപിടിച്ചെണീപ്പിക്കും. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് നമ്മൾ പണം കൊണ്ട് നിറയ്ക്കും. എന്നിട്ട് സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും നമ്മൾ സഹായിക്കും. നമ്മൾ 1.5 കൊല്ലം മുമ്പ് പറഞ്ഞതെന്താ? ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. അപ്പൊ ശരിയായില്ലേ? ഇടത് കൈക്ക് അസുഖം വന്നാൽ വലത് കൈ മുറിച്ചു മാറ്റും. വലത്തെ കാലിന്റെ മുട്ടിന് കുഴപ്പം വന്നാൽ ഇടത്തെ കാലിന്റെ മുട്ടും മുറിച്ചു മാറ്റും.
വയറ്റിൽ കത്രികയാണ് 5 കൊല്ലമായിട്ട്, ഒരു കുഴപ്പമില്ലെന്ന് പറയണം. 60 വർഷം കിടക്കുമെന്ന് പറഞ്ഞ കത്രിക. എന്ന് ആലോചിച്ച് നോക്കിയേ, എവിടേക്കാ പോകുന്നത് കേരളം? എവിടേക്കാ പോകുന്നത്? ഇതെല്ലാം വന്നപ്പോൾ അതൊന്ന് വഴിവിടാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ അഭിനയം കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഞാനും നിങ്ങളുടെ MP ആന്റോ ആന്റണിയും തമ്മിൽ വഴക്കിട്ടിട്ടാണ് വന്ന വണ്ടിയിലിരുന്ന്. ആന്റോ പറയുന്നത് ഇവർക്ക് അഭിനയത്തിനുള്ള ദേശീയ അവാർഡ്, ഉർവശി അവാർഡ് കൊടുക്കണം. ഞാൻ സമ്മതിച്ചില്ല. അങ്ങനെ നമ്മൾ ചെറുതായി കാണരുത് അഭിനയത്തെ. ഓസ്കാർ അവാർഡ് കൊടുക്കണമെന്നാണ് ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടത്. ഓസ്കാർ അവാർഡ്. ആദ്യമായിട്ടാണ് മുദ്രാവാക്യം കേട്ടിട്ട് ഒരാളുടെ കഴുത്തുളുക്കണം. പിന്നെ ആ ME ഗോവിന്ദമെന്ന് പറഞ്ഞ കേട്ട KSUക്കാർ വന്ന് ആരോഗ്യമന്ത്രിയുടെ കഴുത്തിങ്ങനെ പിടിച്ച് ഞെരിച്ച് കൈ പിടിച്ചോടിച്ചു. വാ തുറന്നാൽ പച്ചക്കള്ളം മാത്രം പറയുന്ന നേതാക്കളാണ് CPM-ന് നേതാക്കൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, അവര് വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യ കേരളത്തെ നമ്മൾ ആരോഗ്യവതിയാക്കി നടത്തും. നമുക്കൊരു ആരോഗ്യ രേഖയുണ്ട്. അത് നടപ്പിലാക്കുമ്പോൾ ലോക രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വരെ കേരളത്തിൽ വന്ന് ചികിത്സിക്കുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കും കേരളം. ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ 40-50 ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പോവുക. UDF വരുമ്പോൾ അവരിപ്പോ കാനഡ, ജർമ്മനി, UK, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന പ്രോഗ്രാമുകൾ നമ്മൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ആരംഭിക്കും. അവരിവിടെ പഠിക്കും. പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ ഒന്നുകിൽ തൊഴിൽ അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം. അതിനായിട്ടുള്ള സമഗ്രമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതി നമ്മളിപ്പോൾ പ്രഖ്യാപിക്കും. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? ഇപ്പൊ ചെറുവിരലനക്കുന്നില്ല. ആരോ പറഞ്ഞതുപോലെ ആനക്കിട്ട് വെച്ച മയക്ക് വെടി കൊണ്ടത് വനമന്ത്രിക്കിട്ട. പുള്ളി മയങ്ങിയിരിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല. UDF വരുമ്പോൾ പരമ്പരാഗത പദ്ധതികളും ആധുനികമായ സങ്കേതങ്ങളും കൂട്ടിയിണക്കി വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. കർഷകർക്ക് പ്രത്യേക പാക്കേജാണ്. ആശാ വർക്കർമാർ, അംഗൻവാടി ടീച്ചേഴ്സ്, പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, പാചക തൊഴിലാളികൾ, ഭിന്നശേഷിക്കാർ എല്ലാവർക്കും പ്രത്യേക പദ്ധതികൾ അനൗൺസ് ചെയ്യും. നമ്മൾ കടലിലൂടെ 600 കിലോമീറ്റർ കടലാണ് കേരളത്തിൻ്റെ. എല്ലാ തുറമുഖങ്ങളെയും സംയോജിപ്പിച്ച് നമ്മൾ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കും. നിരവധി പദ്ധതികൾ, നിരവധി. ഞാൻ എല്ലാം പറയുന്നില്ല, കുറച്ച് സസ്പെൻസ് കിടക്കട്ടെ. തിരുവനന്തപുരത്ത് യാത്രയെത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകും. എന്താണ് ബോധ്യമാകുന്നത്? ഇവർ ഭരണമാറ്റത്തിന് വേണ്ടി മാത്രമല്ല വരുന്നത്, കേരളത്തിന്റെ മാറ്റത്തിനാണ്. ഞാൻ നിങ്ങൾക്ക് UDF-ന് വേണ്ടി വാക്ക് തരുന്നു. ഇനി നമ്മുടെ കേരളം പുറകിലേക്ക് നടക്കില്ല. നമ്മുടെ കേരളം ഇനി മുമ്പിലേക്ക് കുതിക്കും. ഇവിടെ ഇവരിപ്പോ പറയുന്നത് വർഗീയതയാണ് കേരളത്തിൽ. BJP-ക്കാരെ നിങ്ങൾക്കറിയാം, അവർ നമ്മൾ സന്തോഷമായിരിക്കുന്നുണ്ട്, അവർക്കൊപ്പം വിഷമം വരും. അപ്പൊ നമ്മളെ തമ്മിലടിപ്പിച്ച് നമ്മളെ ശത്രുക്കളാക്കുമ്പോഴാണ് അവർക്ക് സമാധാനമാണ്. എൻ്റെ സങ്കടം, ആ സംഘപരിവാറിന്റെ അതേ പാതയിലാണ് കേരളത്തിലെ CPM. ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഒരേ തോണിയിലാണ് സഞ്ചരിക്കുന്നത്. പിണറായി വിജയൻ വർഗീയതയ്ക്ക് തിരികൊളുത്തിയിരിക്കുന്നു. നമ്മളത് കെടുത്തും, ആ തീ കെടുത്തും. അതാണ് UDF. നമ്മൾ പറയുന്നു, ആരും വർഗീയത പറയണ്ട. ന്യൂനപക്ഷ വർഗീയതയും വേണ്ട, ഭൂരിപക്ഷ വർഗീയതയും വേണ്ട. ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ എതിർക്കും. ഏത് കൊലകൊമ്പം പറഞ്ഞാലും വേണ്ടേ? ചിലര് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വന്ന് പറയും, ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട്. പേടിപ്പിക്കാൻ വരും. പേടിപ്പിക്കണ്ടോ? വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ. വർഗീയത പറയുന്നു, വർഗീയത. ഞാൻ പറഞ്ഞത് പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ചാൾ കൂടി ഉണ്ടാവുള്ളൂ, പിന്നെ ഓർമ്മയാകും, ഓർമ്മ. പക്ഷേ നമ്മുടെ കേരളം ഉണ്ടാകും, ഇല്ലേ?
നമ്മുടെ മക്കളും കൊച്ചുമക്കളുമുള്ള കേരളത്തിൽ സൗഹാർദ്ദത്തോടുകൂടി അവർ ജീവിക്കാൻ ആരെങ്കിലും എതിർത്ത നമ്മൾ സമ്മതിക്കില്ല. മതേതര കേരളം UDFന്റെ ഈ മതേതര നിലപാടിനെ അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും ഉറപ്പായും. CPM എങ്ങോട്ടാ പോകുന്നത്? കട്ട് അമ്പലത്തിൽ കയറി കട്ട്. ഇപ്പൊ സ്വന്തം രക്തസാക്ഷിയുള്ള ഫണ്ട് രക്തസാക്ഷികൾ ഉണ്ടാവുന്നത് കേരളത്തിലെ CPMന് ഇപ്പൊ ലോട്ടറി അടിക്കുന്ന പോലെ ബമ്പർ. എന്റെ പൊന്നെ, ശബരിമലയിൽ എന്താ ചെയ്തത്? അയ്യപ്പന്റെ സ്വർണം കവർന്ന 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുക. എന്തൊരു അഭിമാനമാണ് CPMന്. എന്നിട്ട് ശ്രീകോവിലിന്റെ മുന്നിലുള്ള സ്വർണം പൊതിഞ്ഞ അതിമനോഹരമായ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി CPM നേതാക്കൾ ഒരു കോടീശ്വരന് വിറ്റു. കോടതിയാ പറഞ്ഞത്. എന്നിട്ട് ഈ കള്ളന്മാര് അതിന്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കി, ചെമ്പിൽ വ്യാജനുണ്ടാക്കി. എന്റെ വ്യാജനാണ് ഇപ്പൊ അവിടെ കൊണ്ടു വെച്ചിരിക്കുന്നത്. കോടതി പറയാണ് 2019 കക്കാൻ തുടങ്ങി. ആരും അറിഞ്ഞില്ല. ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളന്മാരെന്ത് ചെയ്യും? വീണ്ടും കക്കും. അത് തന്നെ. അപ്പൊ 2024 ആയപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയാ വീണ്ടും പൂശണമെന്ന്. എന്നുവെച്ചാൽ വീണ്ടും കക്കണമെന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? അപ്പൊ കോടതി ഇടപെട്ടു. ഞാൻ കരുതുന്നത് സാക്ഷാൽ അയ്യപ്പൻ ഇടപെട്ടെന്ന. അവിടെ ഇല്ലെങ്കിൽ അയ്യപ്പനെ അറിയാം, അയ്യപ്പന്റെ തങ്ക വിഗ്രഹം കൂടി അവന്മാർ അടിച്ചോണ്ട്. ഞാനത് കഴിഞ്ഞ് ഞെട്ടിയതെവിടെയാണെന്നറിയാം. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ പിണറായി വിജയന് പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി. ആഗോള അയ്യപ്പ സംഗമം എന്താന്ന് പിടികിട്ടിയില്ല. ഇപ്പൊ പിടികിട്ടി. കഴിഞ്ഞ ആഴ്ച കണക്കൊക്കെ ഉള്ള 600 പേര് പങ്കെടുത്ത പരിപാടി. എത്ര ചെലവെന്നറിയാമോ? അധികമൊന്നുമില്ല, 12 കോടി. കണക്ക് വായിച്ചു. ഞാൻ കണക്ക് വായിച്ചു, കോടതിയിലെ കണക്ക് വായിച്ച് നമ്മൾ ചിരിച്ചിരിച്ച് മണ്ണ് വെക്കും. അതായത് 600 പേര് പങ്കെടുത്ത പരിപാടിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് 3000 പേര്, ലഞ്ച് കഴിച്ചത് 4000 പേര്, അത്താഴം കഴിച്ചത് 5000 പേര്. അവിടെ കൊണ്ടുവന്ന കിടക്ക വരെ അടിച്ചു മാറ്റി. അത് പറയാ നന്ദഗോപ ഭജന സംഘം ഗാനമേള നടത്തി 8 ലക്ഷം രൂപ. ആ ഗാനമേള ട്രൂപ്പ് പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് പോലുമില്ല. ഞാൻ ഇവരോട് പറഞ്ഞു, പണ്ട് കൊല്ലം കോർപ്പറേഷൻ CPM ഭരിച്ചിരുന്നു, ഇപ്പൊ നമ്മളാ. അവരൊരു ഫെസ്റ്റിവൽ നടത്തിയപ്പോ ഒരു കുതിരയെ കൊണ്ടുവന്നു. ഫെസ്റ്റിവൽ കുതിരയെ കൊണ്ടുവരുമ്പോ വാഹനത്തിൽ കൊണ്ടുവരണ്ടേ? കണക്കെഴുതിയെടുക്കണമല്ലോ, കണക്കെഴുതിയെടുക്കണം. അപ്പൊ വൗച്ചറിൽ കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിന്റെ നമ്പർ എഴുതി. കുതിരയെ കൊണ്ടുവന്ന വാഹനം അവസാനം ഓഡിറ്റുകാർ പരിശോധിച്ചപ്പോ കുതിരയെ കൊണ്ടുവന്ന വാഹനം ഏതാണെന്നറിയോ? മാരുതി 800. മാരുതി 800 കുതിരയെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് കണക്കെഴുതിയെടുത്ത വില്ലന്മാരാ. കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാർ. ഇനി ഇപ്പൊ ഭയങ്കര പ്രഖ്യാപനമാണ്. ഞാൻ പറഞ്ഞല്ല, ഖജനാവി പൂച്ച പറ്റി കിടക്കുക. പ്രഖ്യാപിക്കാൻ വല്ല കുഴപ്പമുണ്ടോ? 12,000 കോടി രൂപയുടെ തീരദേശ പാക്കേജ്, 18,000 കോടിയുടെ ഇടുക്കി പാക്കേജ്. ഒറ്റ പൈസ ഇല്ല, ഒന്നും ചെലവാക്കിയിട്ടുമില്ല. ഇപ്പൊ എല്ലാവരും പറയുന്നത് പിണറായിയുടെ വാക്കും പഴയ ചാക്കിനും ഒരേ വിലയല്ല. ചാക്കിന് ഇപ്പിച്ചിട്ട് വിലയുണ്ട്. ചാക്കിന്റെ വിലയല്ല. ചാക്ക് പഴയ ചാക്കാണെങ്കിലും ഉപയോഗമുണ്ട്. ഈ വാക്കുകൊണ്ട് ഒരു ഉപയോഗമില്ല, ഇല്ലേ? 2021 പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1600 രൂപയുടെ പെൻഷൻ 2500 രൂപയാക്കും. ഒരു ചില്ലിക്കാശ് കൂട്ടിയ 4.25 കൊല്ലം. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയാഴ്ച ലോക്കൽ ബോഡി 400 രൂപ കൂട്ടി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ പരീക്ഷിക്കരുന്നോ. മലയാളി എന്ത് ചെയ്തു? ഈ 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ടു. നേരെ പോളിംഗ് ബൂത്തിൽ പോയി UDFന് വോട്ട് ചെയ്തു. UDF. അപ്പൊ നമ്മുടെ മണിസഖാവ് ഇടുക്കിയിൽ നിന്ന് എല്ലാവരും തെറി വിളിക്കുന്ന ആളില്ലേ? 1 2 3 1 2 3 തുതിരി ഒടുക്കത്ത ചീത്ത കൊള്ളരുതാത്തവന്മാര് വോട്ടർമാര്. ഇവന്മാര് ഞങ്ങളുടെ കാശും മേടിച്ച് പുട്ടടിച്ച് UDFന് വോട്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മണിസഖാവേ, അവര് കൊള്ളരുതാത്തവരല്ല. നിങ്ങൾ 5 കൊല്ലം പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ച് 2 മാസം പെൻഷൻ കൊടുത്തു. അവർക്കറിയാം അടുത്ത 5 കൊല്ലത്തെ പെൻഷൻ അവർക്ക് കൊടുക്കേണ്ടത് ആരാ? UDF ആണ് തിരിച്ചു. ഇപ്പൊ കേരളത്തിൽ പിണറായി ഭരിക്കുമ്പോ ജയിലിൽ കിടക്കുന്നവർക്ക് മാത്രം സുഖമുള്ള സന്തോഷം. നമ്മുടെ TP ചന്ദ്രശേഖരന്റെ കേസുണ്ടല്ലോ, ക്രൂരമായ കൊലപാതകം. അതിലെ പ്രതികൾക്ക്
ഞങ്ങൾ നോക്കിയപ്പോൾ 1000 ദിവസം പരോള്. 1000 ദിവസം. ശരിക്ക് സ്വന്തം ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരിക്കുമ്പോൾ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ സീരിയസ് ആകുമ്പോഴേ കൊടുക്കാൻ പാടില്ല. 1000 ദിവസം എൻ്റെയൊക്കെ ബന്ധുക്കൾ മരിച്ചോ? കൊടുത്തേക്കുവാ. ഇനി ജയിലിലാണെങ്കിലോ കേട്ടോ, അതിനേക്കാൾ സുഖമാണ്. ഇവര് ഒരു ഗൂഢാലോചനയുണ്ട് ചന്ദ്രശേഖരൻ കേസിൽ. ഇവന്മാർ പേടിപ്പിക്കും CPM നേതാക്കളെ. ഞങ്ങൾ പുറത്തു പറയും. പുറത്തു പറഞ്ഞാൽ ഇപ്പൊ സ്റ്റേറ്റ് കാറിൽ പോണ പല നേതാക്കന്മാരും ജയിലിൽ പോകും. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവന്മാർ ചോദിക്കണൊക്കെ കൊടുക്കും. ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്യും. ഇപ്പൊ ഐഫോണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് 17 ആണ്. 16 മാറിയപ്പോൾ ഇവന്മാർ വിളിച്ച് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പറഞ്ഞ് ഞങ്ങൾക്ക് പുതിയ ഫോൺ വേണമെന്ന് പറഞ്ഞു. അപ്പൊ പുതിയ ഫോൺ iPhone 17 ആണ് ഇവന്മാരെടുത്തിരിക്കുന്നത്. പിന്നെ പിറ്റേന്നത്തെ ഭക്ഷണം തലേദിവസം പറയും. രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചൈനീസ്, വൈകുന്നേരം തണ്ടൂരി ചിക്കൻ. ഇത് കൊണ്ടേ കൊടുക്കും CPM നേതാക്കൾ. പിന്നെ മറ്റേ സാധനം അത് ബ്രാൻഡ് പറഞ്ഞാൽ തലയാഴ്ച കൊണ്ടേ കൊടുക്കും. പേടിയാണ് ഉമ്മരെ, പേടിയാണ്. പുറത്തു പോയ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി വെള്ളമടിയും ഭക്ഷണം കൊടുക്കലും. ഇതാണ്. ഞാനിപ്പോൾ പിണറായി വിജയനോട് നിയമസഭയിൽ ചോദിച്ചു, പാവങ്ങളല്ലേ, ഒരു AC കൂടി വെച്ചു കൊടുക്കും. ഇനി അതിൻ്റെ കുറവേ ഉള്ളവർ ജയിലിൽ കിടക്കണവന്മാര്, മയക്കുമരുന്ന് മാഫിയ, ഗുണ്ടകൾ, ഇവരുടെയൊക്കെ കാലമാണിപ്പോൾ അല്ലേ? ഇതൊക്കെ നമുക്ക് അവസാനിപ്പിക്കണം. നമുക്ക് നമ്മുടെ കേരളമാകണം. അതുകൊണ്ട് ഈ ദുർഭരണം അവസാനിപ്പിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു വാക്ക് പറയുന്നു, ടീം UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു. എന്റെ ചോദ്യം, റാന്നിയിൽ ഒരു UDF MLA ഉണ്ടാവോ? ഉണ്ടാവോ? ഉറപ്പ് പറ, എല്ലാവരും കൂടി പറ. പത്തനംതിട്ട ജില്ലയിൽ റാന്നി ഉൾപ്പെടെ 5 സീറ്റ് നമ്മൾ ജയിക്കും. പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ UDF ഗതകാല പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ പോവാ. അപ്പോൾ ഇവിടെ ഉൾപ്പെടെയുള്ള നേരത്തെ റിങ്കു ചെറിയാൻ പറഞ്ഞ പാലത്തിന്റെ കുറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നേരെയാവും. എല്ലാം നേരെയാവും. വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകും. നാടിന് മാറ്റം ഉണ്ടാകും. നിങ്ങൾ ഇവിടെ, എനിക്കറിയാം നിങ്ങൾ തിരിച്ചു പോകേണ്ട സ്ഥലമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എന്നിട്ടും ഇത്രയും സന്ധ്യ രാത്രിയായിട്ടും ആന ഇറങ്ങുന്ന, കടുവ ഇറങ്ങുന്ന സ്ഥലത്തേക്കാണ്. എന്നിട്ടും നിങ്ങൾ ഇവിടെ വന്നു. നിങ്ങൾ ഇവിടെ നൽകിയ ഈ ഉജ്ജ്വലമായ സ്വീകരണം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കും എന്ന് വാക്ക് തന്നുകൊണ്ട് നിർത്തും.